അതുപോലെ തന്നെ ഈ മയ്യത്ത് പറയുമ്പോൾ ഒരു സുന്നത്തായ കാര്യം ഫത്ഹുൽ മുഈനിൽ പോലും പറഞ്ഞ ഒരു സുന്നത്തിൻ്റെ കാര്യം ആരും പരിഗണിക്കാറില്ല. മയ്യത്ത് നിസ്കാരത്തിൽ 4 തക്ബീർ. ഒന്നാം തക്ബീറിൽ ഫാത്തിഹ ഓതൽ ഫർദ്, രണ്ടാം തക്ബീറിൽ സ്വലാത്ത് ഫർദ്. എന്നാൽ അവിടെ സ്വലാത്തിന് മുമ്പൊരു ഹംദ് സുന്നത്താണ്, അതിനോടൊപ്പം ആ തക്ബീറിൽ തന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു ദുആ സുന്നത്താണ്. ഇത് ഫത്ഹുൽ മുഈനിലുള്ള കാര്യമാണ്. ഇത് പക്ഷേ ആരും പറയാറില്ല. രണ്ടാം തക്ബീറിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു ഹംദും പറഞ്ഞ് പിന്നെ ഇബ്രാഹിമിയ സലാത്തും ഓതി അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊരു ചെറിയ ദുആയും കൂടെ ചെയ്തിട്ട് മൂന്നാം തക്ബീറിലേക്ക് പോയാൽ ആ രണ്ടാം തക്ബീറിന് ശേഷമുള്ള പൂർണ്ണമായ സുന്നത്ത് നമുക്ക് കിട്ടും. അത് നമ്മളെ ഇമാമിയങ്ങൾ അലിമീങ്ങൾ മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്താൽ നല്ലതല്ലേ. ഞാനത് പറയാറുണ്ട്, ഞാൻ നമ്മളെ ചെയ്യിപ്പിക്കാറുണ്ട്. നമ്മുടെ മാത്രം അങ്ങനെ ഞാൻ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്രാഹിമിയ സ്വലാത്ത്, അവിടെ സ്വലാത്ത് മാത്രമേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത എന്ന് തുടങ്ങുമ്പോൾ അവിടെ സ്വലാത്ത് മാത്രമേ ഉള്ളൂ, സലാം വരുന്നില്ല. സ്വലാത്തും സലാം രണ്ടാൽ ഒന്നിനെ തനിപ്പിക്കൽ കറാഹത്താകുന്നു എന്നതാണ് അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇബ്നു അബ്ദുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മുഅ്തമദാക്കിയ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം 2/1 മാത്രം ചെയ്യൽ കറാഹത്താണെന്നാണ്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ എന്തുകൊണ്ട് അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് മാത്രം പറയുന്നു എന്ന് ചോദിച്ചാൽ അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന സലാം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ സ്വലാത്ത് മാത്രം പറയുന്നത്, കറാഹത്തില്ല ആ സ്വലാത്ത് അങ്ങനെ ചൊല്ലിയത്. അതുകൊണ്ട് തന്നെ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ബാബിൽ തുഹഫയിൽ തന്നെ ആ വിഷയം പറഞ്ഞു. ഇവിടെ പറയുമ്പോൾ സലാത്തും സലാമും കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ അതിനുശേഷം അവസാനം വസല്ലിം അലൈഹി എന്ന് ചിലർ പറയാറുണ്ട്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ ഒരു വാക്ക് കൂടി അവിടെ അധികമാക്കിയാൽ മതിയാകും. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ. അപ്പോൾ ഇനി അപ്പുറത്ത് കമാ സ്വല്ലൈത വസല്ലംത പറയേണ്ടതാണ്. അതൊരു പക്ഷേ കളഞ്ഞു പോയാലും ഇപ്പുറത്തുള്ളത് കൊണ്ട് അവിടെ തഖ്ദീർ ചെയ്യാൻ പറ്റും. ഇവിടെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം പറഞ്ഞതുകൊണ്ട് അതിനോട് യോജിച്ച 2-1 മാത്രം പറഞ്ഞ് മറ്റേ ഇഹ്തിബാക്കായി ഇൽമുൽ മാഹനിയൊക്കെ പറയുന്ന വിഷയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നിനോട് ചോദിച്ചാൽ അപ്പുറത്ത് കളഞ്ഞു. ഇഹ്തിബാക്കല്ല, ഇതിനോട് സാദൃശ്യമായത് അപ്പുറത്തുള്ളത് കൊണ്ട് അവിടെ കളഞ്ഞു എന്ന് വയ്യ. ഇഹ്തിബാക്കുമ്പോൾ 2 സ്ഥലത്തും ഒന്നിന് ഇവിടെ ഒന്ന് ചോദിച്ചാൽ അവിടെ കളഞ്ഞു, അതിനോട് ചോദിച്ചാൽ ഇവിടെ കളഞ്ഞു, അങ്ങനെ വരണം. അതല്ല. ഇപ്പോൾ ആദ്യത്തിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം പറഞ്ഞു, അതിൽ നിന്ന് കരീനത്തുള്ളത് കൊണ്ട് ഇവിടെ സങ്കല്പിക്കാൻ പറ്റും. അതുകൊണ്ട് വസല്ലംത പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതിനത് പറയാൻ കാരണം നമുക്ക് ആലിമീങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 2 കൂടെ പറഞ്ഞു കൊടുത്താൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അതിനോടൊപ്പം ഒരു വാക്കുകൂടി മാത്രം നിങ്ങൾ അധികമാക്കിയാൽ മതി, വസല്ലിം എന്നൊരു വാക്കുകൂടി മാത്രം അധികമാക്കിയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ജനങ്ങൾക്ക് ചെയ്യുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക, സ്വലാത്ത് മാത്രം ധനിപ്പിക്കുക എന്ന കറാഹത്തിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതുപോലെ തന്നെ ഈ തൽബിയത്ത്, ഹജ്ജിനും ഉംറയ്ക്കും തൽബിയത്ത് ചെല്ലുമ്പോൾ തൽബിയത്തിലും സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. 3 തൽബിയത്ത് ചൊല്ലി ശേഷം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ ആ സ്വലാത്തിലും ഇബ്രാഹിമിയ സ്വലാത്താണ് നല്ലത്. അവിടെയും സ്വലാത്തിനോടൊപ്പം സലാമും കൂടി ചേർത്തുകൊണ്ട് പറയലാണ് നല്ലത്, അല്ലെങ്കിൽ ആ കറാഹത്ത് അവിടെയും വരും. അതുകൊണ്ട് അവിടെയും അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം എന്ന് ചൊല്ലി പഠിക്കുന്നതാണ്, അങ്ങനെ ക്ലാസ്സുകളിലൊക്കെ പറയുന്നതുമാണ് നല്ലതെന്ന് സാന്ദർഭികമായി മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇതും ഫത്ഹുൽ മുഈനിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. സ്വലാത്തിന് മുമ്പുള്ള ഹംദും ശേഷമുള്ള ദുആയും അത് ആരും അങ്ങനെ പറഞ്ഞ് കേൾക്കാറില്ല. പിന്നെ ആവശ്യമില്ലാത്ത ആൾക്കാർ പറയുകയും ചെയ്യും. ദുആ മയ്യിദ് 3 ദുആ പറഞ്ഞിട്ട് ഇനി അറിയാത്തവർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമു ആവർത്തിച്ചുകൊണ്ട് നിന്നാൽ മതി എന്നങ്ങനെ പറയുന്നതിനാ ദുആ പഠിക്കാൻ പറയണം. ഇങ്ങനെ അറിയുന്ന ദുആ ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. എന്നാലും അത് പറയുമ്പോൾ എല്ലാവരും കാണാൻ വിളിച്ച് പറയണത് ആ ദുആ ചെല്ലണം. പൂർണ്ണം അറിയാത്തവർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമു ആവർത്തിക്കണം. അതുപോലെ സ്വലാത്ത് പറഞ്ഞിട്ട് സ്വലാത്ത് പൂർണ്ണം അറിയാത്തവർ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് നിസ്കരിക്കേണ്ട ആൾക്കാരില്ലേ, നിസ്കാരത്തിൽ എപ്പോഴും ചൊല്ലേണ്ടതല്ലേ, പിന്നെ അതൊന്നും ഇവിടെ അറിഞ്ഞുകൂടെങ്കിലെന്ന് അപ്പോഴവിടെ പറഞ്ഞതിന് അതൊന്നും നമ്മളവിടെ അങ്ങനെ പറയേണ്ട കാര്യം ഇല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് അതിനേക്കാളൊക്കെ നല്ലത് ഈ പ്രധാനപ്പെട്ട ഈ വിഷയം പറഞ്ഞു കൊടുക്കലാണ് നല്ലത്. അതുപോലെ തന്നെ എപ്പോഴും പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, പിന്നെ അവസാനം നോക്കിയിട്ട് എത്ര സഫായി എന്ന് നോക്കിയിട്ട് ഒറ്റയാക്കാൻ വേണ്ടി സഫ് മുറിക്കുന്ന പരിപാടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 6 സഫുണ്ട്, എല്ലാം നിന്ന് കഴിഞ്ഞപ്പോൾ 6ാമത്തെ സഫിൽ ആൾ നിൽക്കുന്നു. എന്നാൽ എന്ത് ചെയ്യും, അതിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങി 7ാം സഫ് നിൽക്കാൻ വേണ്ടി പറയും. ഇമാമ് തന്നെ പറഞ്ഞു കൊടുക്കുകയും
അങ്ങനെ 6-ാമത്തെ സഫ് മുറിച്ച് 7-ാം സഫിൽ കുറച്ച് ആൾക്കാർ നിൽക്കുകയും ചെയ്യും. അങ്ങനെ എങ്ങും കിതാബുകളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനൊരു പുണ്യവും ഇല്ല. സഫ് ഒറ്റയാക്കുക എന്നൊരു പുണ്യമേ ഇല്ല. ഉള്ളതെന്താണ്? ഏറ്റവും കുറഞ്ഞത് 3 സഫ് ഉണ്ടാവുക. കുറഞ്ഞ ആൾക്കാർ 6-7 ഒക്കെ പേരെ ഉള്ളെങ്കിലും ഉള്ളവർ 3 സഫായി നിൽക്കുക എന്നാണ്. ഈ 3 സഫിനേക്കാൾ അധികമായാൽ പിന്നെ സഫ് ഒറ്റയാക്കുക എന്ന ഒരു സുന്നത്തൊന്നും എങ്ങും കിതാബുകളിലൊന്നും കാണുന്നില്ല, ആരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ ആ സുന്നത്തില്ല. അപ്പോൾ 3 സഫ് ആക്കാൻ വേണ്ടി 1ഉം 2ഉം സഫ് മുറിച്ച് നിന്നിട്ട് 3ൽ നിന്നാൽ അവിടെ കറാഹത്ത് വരില്ല. എന്നാൽ പിന്നെ വരുന്നവർ ആദ്യ സഫി നിൽക്കണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപക്ഷെ പിന്നെ ആൾക്കാർ വന്നാൽ അവർ ആദ്യ സഫി നിൽക്കുകയും വേണം 3 സഫ് അങ്ങ് ആയി കഴിഞ്ഞാൽ. പിന്നീട് എന്നല്ലാതെ 3 സഫ് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന 4-ാമത്തെ സഫിനെ മുറിച്ച് 5-ാം സഫ് ആക്കിയാൽ അവിടെ സഫ് മുറിയുകയാണ്. അപ്പോൾ ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടുകയാണ് വരിക, കറാഹത്ത് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ അത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. പലപ്പോഴും പല ഇമാമിയങ്ങളും ഇപ്പോഴും പലയിടങ്ങളിൽ അത് പറയുന്നത് കേൾക്കാറുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഒരു ചർച്ച വന്നതുകൊണ്ട് കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.